കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ് ആക്സിന് പാരലൽ വരക്കുന്ന ലൈൻസ് ഹൊറിസോണ്ടൽ ലൈൻസ് ആണെന്നും തിരശ്ചീന രേഖകളാണെന്നും ഹൊറിസോണ്ടൽ ലൈൻസിൽ വൈ കോർഡിനേറ്റ്സ് ഈക്വലാണെന്നും മനസ്സിലാക്കി. അതേപോലെ വൈ ആക്സിന് പാരലൽ വരക്കുന്ന ലൈൻസ് വെർട്ടിക്കൽ ലൈൻസ് ലംബരേഖകളാണെന്നും വെർട്ടിക്കൽ ലൈൻസിൽ എക്സ് കോർഡിനേറ്റ്സ് ഈക്വലാണെന്നും മനസ്സിലാക്കി. കൂടാതെ എക്സ് കോർഡിനേറ്റോ വൈ കോർഡിനേറ്റോ ഈക്വൽ അല്ലാത്ത ലൈൻസ് സ്ലോപ്പിംഗ് ലൈൻസ് ചരിഞ്ഞ രേഖകളാണെന്നും മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നാൽ ആ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അകലം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ കോർഡിനേറ്റ്സ് ഓഫ് എ 1 2 എന്നും കോർഡിനേറ്റ്സ് ഓഫ് ബി 4 2 എന്നും തന്നിരിക്കുന്നു. ഫസ്റ്റ് പോയിൻ്റായ എക്ക് നമുക്ക് x1 y1 എന്നും സെക്കൻഡ് പോയിൻ്റായ ബിക്ക് x2 y2 എന്നും നമുക്ക് പേര് നൽകാം. ഇവിടെ y1ഉം y2ഉം ഈക്വലാണ്. y1 ഈസ് ഈക്വൽ ടു y2. അതുകൊണ്ട് നമുക്ക് എ ബി ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ. എ ബി തിരശ്ചീനരേഖയാകുന്നു. നമുക്ക് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അതായത് 1 - 4 അല്ലെങ്കിൽ 4 - 1 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു അകലം ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 - x2 ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് x2 ഇവിടെ 4 ആണ്, ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -3 ഈസ് ഈക്വൽ ടു 3. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ കേവല വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലിപ്പം മാത്രം എഴുതിയാൽ മതി, സൈൻ എഴുതണ്ട എന്നതിൻ്റെ അർത്ഥം. നമുക്കറിയാം 4 - 1 3 ആണെന്ന് നമുക്കറിയാം. ഇവിടെ കോർഡിനേറ്റ്സ് ഓഫ് എ 1 2 അത് നമുക്ക് x1 y1 എന്നും കോർഡിനേറ്റ് ഓഫ് സി 1 6 എന്നും തന്നിരിക്കുന്നു. അതിന് നമുക്ക് x2 y2 എന്ന് നെയിം ചെയ്യാം. ഇവിടെ x1 ഈസ് ഈക്വൽ ടു x2. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു എ സി വെർട്ടിക്കൽ ലൈൻ ലംബരേഖ. എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ വൈ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു അകലം ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് y1 - y2 ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് y1 2 minus y2 6. അപ്പോൾ 2 - 6 ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഒരെണ്ണം പോസിറ്റീവ് നെഗറ്റീവ് ഫൈൻഡ് ദ ഡിഫറൻസ്. എന്നിട്ട് വലുതിൻ്റെ സൈൻ എഴുതാം. ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ സൈൻ എഴുതേണ്ട വാല്യൂ മാത്രം എഴുതിയാൽ മതി. ഇവിടെ കോർഡിനേറ്റ്സ് ഓഫ് ബി 4 2 എന്ന് തന്നിരിക്കുന്നു. അതിന് നമുക്ക് x1 y1 എന്ന് നെയിം ചെയ്യാം. സി 1 6 അതിന് നമുക്ക് x2 y2 എന്ന് നെയിം ചെയ്യാം. ഇവിടെ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ അല്ല, വൈ കോർഡിനേറ്റ്സ് ഈക്വൽ അല്ല, അതുകൊണ്ടത് സ്ലോപ്പിംഗ് ലൈനാണ്, ചരിഞ്ഞ വരയാണ്. ഇവിടെ നമ്മൾ പൈതഗോറസ് തിയറം വെച്ചാണ് ചെയ്യുന്നത്. 4 2 ഫസ്റ്റ് ഫിഗറിൽ നമുക്കറിയാം എ 1 2 4 2 ആയിരുന്നു. അപ്പോൾ ഇവിടെ എ 1 2 അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 3. എ സി വെർട്ടിക്കൽ ലൈൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ബി സ്ക്വയർ പ്ലസ് altitude squared is equal to hypotenuse squared. അപ്പോൾ hypotenuse is equal to root of x difference squared plus y difference squared is equal to 3 squared plus 4 squared. അപ്പോൾ 9 plus 16 പ്ലസ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 25 കിട്ടുന്നു. 25 സ്ക്വയർ റൂട്ട് 5 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുല എഴുതാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു root of x1 minus x2 the all squared, x difference into squared, plus y difference into squared.
distance is equal to അകലം is equal to root of x1 minus x2 the whole square plus y1 minus y2 the whole squared is equal to root of x1 minus x2 x1 4 x2 1 അപ്പോൾ 4 minus 1 the whole squared plus y1 minus y2 y1 2 minus 6 അപ്പോൾ 2 minus 6 the whole squared is equal to root of 4 minus 1 3 squared plus 2 minus 6 94 the whole squared is equal to root of 3 into 3 9 plus 94 into 94 positive 16 അത് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 25 കിട്ടുന്നു 25 into square root of 5 ഇവിടെ ഒറിജിൻ 0 0 കോർഡിനേറ്റ് ഓഫ് പി 3 4 തന്നിരിക്കുന്നു നമുക്കറിയാം 3 4 എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഒറിജിൻ 3 യൂണിറ്റ് റൈറ്റ് അപ്പോൾ ഇതാണ് ബേസ് പ്ലസ് 4 യൂണിറ്റ്സ് അപ്പ് അതാണ് ഓൾട്ടിറ്റ്യൂഡ് അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർഡ് അതിനായിട്ട് നമ്മൾ പിക്ക് എക്സ് വൈ എന്നാണ് പേര് കൊടുക്കുന്നത് അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു അകലം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതുന്നു ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർഡ് പ്ലസ് 4 സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു root of 9 plus 16 is equal to root of 25 square root 5 എന്ന് കിട്ടുന്നു ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം The distance between 2 points on a horizontal line is absolute value of x1 minus x2 ഒരു തിരശ്ചീന രേഖയിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കേവല വില x1 minus x2 The distance between 2 points on a vertical line is absolute value of y1 minus y2. ഒരു ലംബരേഖയിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കേവല വില y1 minus y2. Third one, the distance between 2 points on a sloping line is root of x1 minus x2 the whole square plus y1 minus y2 the whole squared. ഒരു ചരിഞ്ഞ വരയിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം root of x1 minus x2 the whole square plus y1 minus y2 the whole squared. Fourth one, the distance between the point xy and the origin is root of x square plus y squared. ആധാര ബിന്ദുവും എക്സ് വൈ എന്ന ബിന്ദുവും തമ്മിലുള്ള അകലം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ്. ഇവിടെ കോറിലേറ്റർ എ ബി സി ഡിയുടെ 4 വെർട്ടീസസിൻ്റെ 4 മൂലകളുടെയും കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ തന്നിരിക്കുന്നു. നമ്മളോട് 4 സൈഡ്സിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കാനും കൂടാതെ ഡയഗണൽസിൻ്റെ വികരണങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് എ കോർഡിനേറ്റ് ഓഫ് എ -3 -2 എന്ന് എഴുതാം. അതിനെ x1 y1 എന്ന് പേര് കൊടുക്കാം. കോർഡിനേറ്റ് ഓഫ് ബി 182 അതിന് നമ്മൾക്ക് x2 y2 എന്ന് പേര് കൊടുക്കാം. ഇവിടെ y1 ഈസ് ഈക്വൽ ടു y2. അതുകൊണ്ട് ഇത് ഹൊറിസോണ്ടൽ ലൈനാണ്, തിരശ്ചീന രേഖയാണ്. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ -3 ആണ്, മൈനസ് x2 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് രണ്ടും നെഗറ്റീവ് നമ്പറാണ്. അതുകൊണ്ട് ഈ നമ്പർ തമ്മിൽ പ്ലസ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ എഴുതാം. ആബ്സല്യൂട്ട് വാല്യൂ കാണാനായിട്ട് സൈൻ മാറ്റി 4 മാത്രം എഴുതുക. ഈ ബി സൈനിൽ പിടിക്കാനായിട്ട് കോർഡിനേറ്റ് ഓഫ് ബി 182 എടുത്തെഴുതാം. സി ഒറിജിൻ 0 0. ഇവിടെ ഒറിജിൻ അല്ലാത്ത പോയിന്റിന് എക്സ് വൈ എന്ന് പേര് കൊടുക്കുന്നു. ബി സി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന ഫോർമുല എഴുതുന്നു. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 92 ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 1 into 1 1 plus 92 into 92 90 പോസിറ്റീവ് 2 into 4 ഈസ് ഈക്വൽ ടു √5 കിട്ടുന്നു.
സിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സി ഒറിജിൻ 0 0, ഡി -3 1. ഒറിജിൻ അല്ലാത്ത പോയിന്റിനെ എക്സ് വൈ എന്ന് പേര് വിടുകാം. സി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -3 the whole squared plus 1 squared is equal to -3 into -3. Negative negative positive. 3 3s are 9 plus 1 into 1 1 is equal to root 10 കിട്ടുന്നു. ഇനി ഡിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡി -3 1 x1 y1 എന്ന് പേര് കൊടുക്കാം. എ -3 -2 x2 y2. ഇവിടെ എക്സ് കോർഡിനേറ്റ്സ് ഈക്വലാണ്. x1 ഈസ് ഈക്വൽ ടു x2. അപ്പോൾ ഇത് വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈനിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡി എ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് y1 മൈനസ് y2 ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് y1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് y2 -2 ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1 negative positive 2 is equal to absolute value of 1 plus 2 3 is equal to 3. ഇനി നമുക്ക് ഡയഗണൽസിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് എ എടുത്തെഴുതാം, സി എടുത്തെഴുതാം. കോർഡിനേറ്റ് ഓഫ് എ -3 -2, കോർഡിനേറ്റ് ഓഫ് സി 0 0. ഇത് ഒറിജിൻ ആയതുകൊണ്ട് ഇനി എക്സ് വൈ എന്ന പേര് കൊടുക്കാം. AC is equal to root of x squared plus y squared is equal to root of -3 the whole squared plus -2 the whole squared is equal to root of -3 into -3 positive 9 plus -2 into -2 positive 4 is equal to root of 13. ഇനി രണ്ടാമത്തെ ഡയഗണലായ ബി ഡി കണ്ടുപിടിക്കാം. കോർഡിനേറ്റ് ബി 1 -2 x1 y1. ഡി -3 1 x2 y2. ബി ഡി ഈസ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ അല്ല, വൈ കോർഡിനേറ്റ്സ് ഈക്വൽ അല്ല. അപ്പോൾ സ്ലോപ്പിംഗ് ലൈൻ ചരിഞ്ഞ രേഖയാണ്. റൂട്ട് ഓഫ് x1 മൈനസ് x2 the whole squared plus y1 minus y2 the whole squared is equal to root of x1 1 minus x2 -3 the whole squared plus y1 -2 minus y2 1 the whole squared is equal to root of 1 negative positive 3 the whole squared plus. ഇവിടെ 2 നെഗറ്റീവ് ആണ്, അതുകൊണ്ട് 2ഉം 1ഉം കൂടി പ്ലസ് ചെയ്ത് നെഗറ്റീവ് എഴുതാം. അപ്പോൾ -3 the whole squared is equal to root of 1 plus 3 4 whole squared plus -3 the whole squared. 4 into 4 16 plus -3 into -3 9. അത് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 25 എന്ന് കിട്ടുന്നു. 25 സ്ക്വയർ റൂട്ട് 5 എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് കോർഡിനേറ്റ്സ് 2 1 3 4 -3 6 ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ. സൂചകസംഖ്യകൾ 2 1 3 4 -3 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ടത്രികോണം കിട്ടുമെന്ന് തെളിയിക്കുക. ഇതിനായി നമുക്ക് റഫ് ഫിഗർ വരച്ച് എ ബി സി എന്ന് പേരിടുക. എ ബി ബി സി എ സി കണ്ടുപിടിക്കാം. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർഡ്. പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു കർണ സ്ക്വയർഡ് എന്ന പൈതഗോറസ് തിയറി ഉപയോഗിച്ച് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം. എ ബി കണ്ടുപിടിക്കാനായിട്ട് കോർഡിനേറ്റ് ഓഫ് എ 2 1 x1 y1, ബി 3 4 x2 y2. എക്സ് കോർഡിനേറ്റ് ഈക്വൽ അല്ല, വൈ കോർഡിനേറ്റ് ഈക്വൽ അല്ല, അതുകൊണ്ട് സ്ലോപ്പിംഗ് ലൈനാണ്. എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു
x1 minus x2, 2 minus 3, the whole squared plus y1 minus y2, 1 minus 4, the whole squared is equal to one positive negative and difference 1, വലുതിൻ്റെ സൈൻ നെഗറ്റീവ്, the whole squared plus one positive negative, difference കാണുമ്പോൾ 3 കിട്ടുന്നു, വലുതിൻ്റെ സൈൻ നെഗറ്റീവ്, the whole squared is equal to root of -1 into -1, അപ്പോൾ positive 1 plus -3 into -3, positive 9 is equal to root of 10. ഇനി നമുക്ക് ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. ബി 3 4 x1 y1, c -3 6 x2 y2. സ്ലോപ്പിംഗ് ലൈനാണ്, അതുകൊണ്ട് ബി സി ഈസ് ഈക്വൽ ടു root of x1 minus x2 the whole squared plus y1 minus y2 the whole squared is equal to root of x1 minus x2, 3 minus -3, 3 minus -3 the whole squared plus y1 minus y2, 4 minus 6, 4 minus 6 the whole squared is equal to root of 3 negative positive 3 the whole squared plus one positive negative, difference ആണെന്ന് 2 കിട്ടുന്നു, വലുതിൻ്റെ സൈൻ നെഗറ്റീവ്, the whole squared is equal to root of 3 plus 3 6 the whole squared plus -2 the whole squared is equal to root of 6 into 6 36 plus -2 into -2 positive 4 is equal to root of 40. ഇനി നമുക്ക് എ സി കണ്ടുപിടിക്കാം. എ എടുത്തെഴുതാം, സി എടുത്തെഴുതാം. എ കോർഡിനേറ്റ് ഓഫ് എ 2 1 x1 y1, കോർഡിനേറ്റ് ഓഫ് സി -3 6 x2 y2. സ്ലോപ്പിംഗ് ലൈനാണ്, അതുകൊണ്ട് എ സി ഈസ് ഈക്വൽ ടു root of x1 minus x2 the whole squared plus y1 minus y2 the whole squared is equal to root of x1 minus x2, 2 minus -3, 2 minus -3 the whole squared plus y1 minus y2, 1 minus 6 the whole squared, 1 minus 6 the whole squared is equal to root of 2 19 positive 3 the whole squared plus one positive negative, find the difference, അപ്പോൾ 5 കിട്ടുന്നു, വലുതിൻ്റെ സൈൻ നെഗറ്റീവ്, all squared is equal to root of 2 plus 3 5 all squared plus 95 the all squared is equal to root 5 25 plus 95 into -5, അപ്പോൾ positive 25 is equal to root 50. ഇനി നമുക്ക് എ ബി സ്ക്വയർഡ് പ്ലസ് ബി സി സ്ക്വയർഡ് കണ്ടുപിടിക്കാം. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 10 ആണ്, റൂട്ട് 10 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 40 ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു റൂട്ട് 10 ഇൻറ്റു റൂട്ട് 10 പ്ലസ് റൂട്ട് 40 ഇൻറ്റു റൂട്ട് 40 ഈസ് ഈക്വൽ ടു 50. ഇനി നമുക്ക് എ സി സ്ക്വയർ കണ്ടുപിടിക്കാം. എ സി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു റൂട്ട് 50 ദ ഹോൾ സ്ക്വയർഡ്, റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50. അപ്പോൾ നമുക്ക് എഴുതാം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർഡ്, എ ബി സ്ക്വയർഡ് പ്ലസ് ബി സി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർഡ്. അതായത് ബേസ് സ്ക്വയർഡ് പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ഹൈപ്പോന്യൂസ് സ്ക്വയർഡ് ബൈ യൂലർസ് തിയറം. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ, ഇതൊരു മടത്രികോണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ സർക്കിൾ ഓഫ് റേഡിയസ് 10 is drawn with the origin as center. Check whether each of the points with coordinates 6 9 5 9 6 8 is inside, outside or on the circle. Write the coordinates of 8 points on the circle. ആധാരബിന്ദു കേന്ദ്രവും ആരും 10മായ ഒരു വൃത്തം വരക്കുന്നു. സൂചകസംഖ്യകൾ 6 9 5 9 6 8 ആയ ബിന്ദുക്കൾ ഈ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് പരിശോധിക്കുക.
വൃത്തത്തിലെ 8 ബിന്ദുക്കളുടെ സൂചകസംഖ്യകൾ എഴുതുക. ഈ ക്വസ്റ്റ്യനിൽ സെൻറ്റർ, ഒറിജിൻ, ഇപ്പോൾ സെൻറ്റർ, ഒറിജിൻ്റെ കോർഡിനേറ്റ് 0 0. പിന്നെ റേഡിയസ് തന്നിരിക്കുന്നു, ആരം = 10. നമുക്ക് ആർ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ 10 സ്ക്വയർഡ് = 10 × 10 100. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 6 9 5 9 6 8 എന്ന കോർഡിനേറ്റ്സ് ഈ സർക്കിളിലാണോ, സർക്കിളിൻ്റെ അകത്താണോ, സർക്കിളിന് പുറത്താണോ എന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇതിനെ ABC എന്ന് പേര് കൊടുക്കുന്നു. സർക്കിളിൻ്റെ സെൻറ്ററായ ഒറിജിൻ 0 0 എടുത്തിരുന്നു, എയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. വീണ്ടും സെൻറ്റർ 0 0, ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. വീണ്ടും സെൻറ്റർ 0 0, സിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. കിട്ടുന്ന ആൻസറുകൾ 100നേക്കാൾ കുറവാണെങ്കിൽ സർക്കിളിനകത്തായിരിക്കും ആ പോയിൻ്റ്. 100നേക്കാൾ കൂടുതലാണെങ്കിൽ അത് സർക്കിളിന് പുറത്തായിരിക്കും. 100 ആണെങ്കിൽ ഓൺ ദ സർക്കിൾ ആയിരിക്കും. സെൻറ്റർ ഓഫ് സർക്കിൾ ഒറിജിൻ 0 0, A 6 9. അപ്പോൾ XY എന്ന് പേരെടുക്കാം. OA = √(x² + y²) = 6² + 9² √6 × 6 36 + 99 81 117. ഇത് മോർ ദാൻ 100 ആണ്. അതുകൊണ്ട് 6 9 ഈസ് ഔട്ട്സൈഡ് ഓഫ് ദി സർക്കിൾ. സെൻറ്റർ ഒറിജിൻ 0 0, B 5 9. XY എന്ന് പേരെടുക്കാം. OB = √(x² + y²) = √5² + 9² √25 + 81 √106. Greater than 100. 5 9 is outside the circle. വൃത്തത്തിന് പുറത്താണ്. വീണ്ടും സെൻട്രൽ സർക്കിൾ ഒറിജിൻ 0 0, C 6 8. XY എന്ന് പേരെടുക്കാം. OC = √(x² + y²) √6² + 8². 6 × 6 36 + 8 × 8 64 √100. 100ന് ഈക്വലാണ്. അപ്പോൾ 6 8 ഈസ് ഓൺ ദ സർക്കിൾ. 6 8 വൃത്തത്തിലാണ്. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സർക്കിൾ വരുന്ന 8 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാനായിട്ടാണ്. നമ്മൾക്കിപ്പോൾ കിട്ടിയത് 6 8 ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ X നെഗറ്റീവും Y പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റിൽ Xഉം Yയും നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ X പോസിറ്റീവും Y നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇത് കോർഡിനേറ്റ്സ് തിരിച്ചെഴുതാം. അപ്പോൾ 8 6 എന്ന് കിട്ടുന്നു ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ X നെഗറ്റീവ് Y പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ X പോസിറ്റീവും Y നെഗറ്റീവ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്സ് വേർ എ സർക്കിൾ ഓഫ് റേഡിയസ് √2 സെൻറ്റേർഡ് ഓൺ ദി പോയിൻറ്റ് വിത്ത് കോർഡിനേറ്റ്സ് 1 1. കട്ട് ദ ആക്സസ്. കേന്ദ്രത്തിൻ്റെ സൂചകസംഖ്യകൾ 1 1 ആരം √2 വൃത്തം X അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കളുടെയും Y അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കളുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യനിൽ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് 1 1ഉം അതിൻ്റെ റേഡിയസ് √2 ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സർക്കിൾ X ആക്സിസിനെയും Y ആക്സിസിനെയും കട്ട് ചെയ്യുന്ന പോയിൻറ്റുകളുടെ കോർഡിനേറ്റ്സ് ആണ്. X ആക്സിൽ കട്ട് ചെയ്യുന്ന ഈ പോയിൻ്റ് നമുക്ക് A, പോയിൻ്റ് ഓൺ ദ X ആക്സിസ് X0. ഈ പോയിൻ്റ് നമുക്ക് B, പോയിൻ്റ് ഓൺ ദ Y ആക്സിസ് 0y. കോർഡിനേറ്റ് ഓഫ് C 1 1, റേഡിയസ് ആരം
ഇസ് ഈക്വൽ ടു √2. നമുക്ക് എ എടുത്തെഴുതാം, സി എടുത്തെഴുതാം. എ x0 x1 y1, സി 11 x2 y2. എ സി എന്ന് പറഞ്ഞാൽ √2. അപ്പോൾ എ സി ഇസ് ഈക്വൽ ടു √2. എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് √2 ആണ്. നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. എ സി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു √2 ദ ഹോൾ സ്ക്വയർഡ്. എ സി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്ക് ഡിസ്റ്റൻസ് ഫോർമുല √(x1 - x2) ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ദ ഹോൾ സ്ക്വയർഡ്. എ സി സ്ക്വയറുള്ള കാരണം നമുക്ക് റൂട്ട് എഴുതേണ്ട. x1 - x2 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് y1 - y2 ദ ഹോൾ സ്ക്വയർഡ് എന്ന് എഴുതാം. √2 × √2 2. x1 - x2 x - 1 the whole square plus y1 - y2 0 - 1 the whole squared. 0 - 1 the whole squared is equal to 2. X - 1 the whole squared plus -1 the whole squared is equal to 2. X - 1 the whole squared is plus -1 × -1 1 is equal to 2. X - 1 the whole squared is equal to 2 - 1 is equal to 1. X - 1 the whole squared is equal to 1 നമുക്ക് കിട്ടുന്നു. നമുക്ക് x - 1 കണ്ടുപിടിക്കാം. x - 1 is equal to ഈ സ്ക്വയർഡ് പോകുമ്പോൾ ഇവിടെ √2 വരുന്നു. 1ൻ്റെ സ്ക്വയർ ഇട്ട് പ്ലസ് ഓർ -1 ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എഴുതാം x - 1 is equal to 1 or x - 1 is equal to -1. x is equal to ഈ 1 ഇവർക്ക് എഴുതാം. -1 ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ +1 ആയിത്തീരും. is equal to 2 എന്ന് കിട്ടുന്നു. or x is equal to -1 ഇവർക്ക് എഴുതാം. -1 ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ +1 കിട്ടുന്നു. is equal to 0 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എഴുതാം പോയിന്റ് ഓൺ ദി x ആക്സിസ്. x അക്ഷത്തിലെ ബിന്ദു is equal to 2 0 0 0. ഇതുപോലെ തന്നെ y ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കാം. അതിനായിട്ട് നമുക്ക് ബി എടുത്തെഴുതാം, സി എടുത്തെഴുതാം. ബി 0y, സി 11. ഇത് x1 y1, ഇത് x2 y2. നമുക്കറിയാം ബി സി എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ നമുക്ക് ബി സി സ്ക്വയർ കണ്ടുപിടിക്കാം. ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു √2 the whole squared. x1 - x2 the whole squared plus y1 - y2 the whole squared is equal to √2 × √2 2. x1 - x2 0 - 1 0 - 1 the whole squared plus y1 - y2 y - 1 the whole squared is equal to 2. 0 വാല്യൂയില്ല. അപ്പം -1 the whole squared plus y - 1 the whole squared is equal to 2. -1 × -1 1 1 plus y - 1 the whole squared is equal to 2. y - 1 the whole squared is equal to 2 plus 1 -1 ആയിത്തീരുന്നു. is equal to 1. അപ്പോൾ y - 1 the whole squared is equal to 1. y - 1 is equal to √1 is equal to plus or minus 1. അപ്പോൾ നമുക്ക് എഴുതാം y - 1 is equal to plus or minus 1. y - 1 is equal to plus 1 or y - 1 is equal to -1. y is equal to 1 - 1 plus 1 ആയിത്തീരുന്നു. is equal to 2 കിട്ടുന്നു. or y is equal to -1 ഇവർക്ക് എഴുതാം. -1 ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ +1 ആയിത്തീരുന്നു. is equal to 0. നമുക്ക് എഴുതാം പോയിന്റ് ഓൺ ദി y ആക്സിസ്. y അക്ഷത്തിലെ ബിന്ദു 0y. അപ്പോൾ 0 2. അടുത്തത് 0 0. ഈ റെക്റ്റാങ്കിളിൻ്റെ അകത്തുള്ളൊരു പോയിൻ്റാണ് പി. ആ പിയുടെ കോർഡിനേറ്റ് നമ്മൾ XY എന്ന് എടുക്കുന്നു. പിയിൽ നിന്ന് സിയിലേക്ക് 3 സെൻറ്റിമീറ്റേഴ്സും
പിയിൽ നിന്ന് ഒയിലേക്ക് 4 സെൻറ്റിമീറ്റേഴ്സും പിയിൽ നിന്ന് എയിലേക്ക് 5 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസാണ്. ഇവിടെ ഒറിജിൻ്റെ കോർഡിനേറ്റ് 0, 0 ആണെന്ന് നമുക്കറിയാം. എ എന്ന് പറയുന്നത് പോയിൻ്റ് ഓൺ ദി എക്സ് ആക്സിസ് ആണ്. പോയിൻ്റ് ഓൺ ദി എക്സ് ആക്സിസ് x0 ആണെന്ന് നമുക്കറിയാം. പക്ഷേ എക്സിയുടെ പേര് കൊടുത്തു പോയത് കാരണം നമുക്കിതിനെ A0 എന്ന് പേര് കൊടുക്കാം. അതിൽ സി എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഓൺ വൈ ആക്സിസ് ആണ്. അത് നമുക്ക് 0B എന്നും പേര് കൊടുക്കാം. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് ഫ്രം ദ ഒറിജിൻ എ യൂണിറ്റ് റൈറ്റ്, ഫ്രം ദാറ്റ് പോയിൻ്റ് ബി യൂണിറ്റ് അപ്പ്. അപ്പോൾ നമുക്ക് AB എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് PO കണ്ടുപിടിക്കാം. പി എന്ന് പറഞ്ഞാൽ XY ആണ്, O എന്ന് പറഞ്ഞാൽ ഒറിജിൻ. ആ PO നമുക്ക് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനത്ത് PO² = 4 സ്ക്വയേർഡ്. അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. x² + y² = 4² എന്ന് പറഞ്ഞാൽ 4 × 4 16. അത് ഫസ്റ്റ് ഇക്വേഷന് പേര് കൊടുക്കാം. ഇനി പി എടുത്തെഴുതാം, എ എടുത്തെഴുതാം. PXY A0. നമുക്കറിയാം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ PA² = 5 സ്ക്വയേർഡ്. ഇത് സ്ലോപ്പിംഗ് ലൈനാണ്. അതുകൊണ്ട് നമുക്ക് x1 - x2² + y1 - y2² = find 5, 25. പി എ നമുക്ക് x1 y1 എന്നും എ നമുക്ക് x2 y2 എന്നും പേര് കൊടുക്കാം. അപ്പോൾ x1 - x2 എന്ന് പറയാൻ നേരത്ത് x - a² പ്ലസ് y1 - y2 എന്ന് പറയുമ്പോൾ y - 0² = 25 എന്ന് കിട്ടുന്നു. x - a² പ്ലസ് y - 0² = 25. അപ്പോൾ x - a² പ്ലസ് y - 0 y. അപ്പോൾ y² = 25. അതിന് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ വരെ എടുക്കാം. ഇനി നമുക്ക് PC3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ PXY C0B. ഇതിനെ x1 y1 x2 y2 എന്ന് പേര് കൊടുക്കാം. PC നമുക്ക് 3 ആണെന്നറിയാം. അപ്പോൾ PC² = 3 സ്ക്വയേർഡ്. ഡിസ്റ്റൻസ് ആണ് ഫോർമുല. x1 - x2² പ്ലസ് y1 - y2² = 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. x1 - x2 x - 0² പ്ലസ് y1 - y2 y - b = 9. x - 0 x, അപ്പോൾ x² പ്ലസ് y - b = 9. ഇനി നമുക്ക് തേർഡ് ഇക്വേഷൻ വരെ എടുക്കാം. ഇനി നമുക്ക് പിയും ബി എടുത്തെഴുതാം. PXY AB x1 y1 x2 y2. PB² = സ്ലോപ്പിംഗ് ലൈനാണ്. x1 - x2² പ്ലസ് y1 - y2² = x1 - x2 x - a² പ്ലസ് y1 - y2 y - b². അപ്പോൾ PB² = x - a² പ്ലസ് y - b² എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ പ്ലസ് തേർഡ് ഇക്വേഷൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ പ്ലസ് തേർഡ് ഇക്വേഷൻ. അപ്പോൾ x - a² പ്ലസ് y² പ്ലസ് തേർഡ് ഇക്വേഷൻ x² പ്ലസ് y - b² ഇവിടെ 25 ഇവിടെ പ്ലസ് 9. 25 പ്ലസ് 9. x - a² നമുക്ക് ഇറക്കി എഴുതാം. പ്ലസ് x² പ്ലസ് y² എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് 16 എന്ന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ 16 എഴുതാം. y മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ് എഴുതാം. ഇത് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 34 കിട്ടുന്നു. എക്സ് മൈനസ് ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് y മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ് എഴുതാം ഈസ് ഈക്വൽ ടു 34 പ്ലസ് 16 ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 16 ആയി തീരുന്നു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടുന്നു. നമുക്കറിയാം എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് പി ബി സ്ക്വയർഡ് ആണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് പി ബി സ്ക്വയർഡ് എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 18. പി ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 18. 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9 ഇൻറ്റു 2 ആണ്. 9 സ്ക്വയർ റൂട്ട് 3. അപ്പോൾ നമുക്ക് 3√2 സെൻറ്റിമീറ്റേഴ്സ് കിട്ടുന്നു. നമ്മുടെ പി ബിയുടെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ 1 2 2 3 3 1. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻറ്റർ ഓഫ് ഇറ്റ്സ് സർക്കം സർക്കിൾ ആൻഡ് ദ സർക്കം റേഡിയസ്. ഒരു ത്രികോണത്തിൻ്റെ മൂലകൾ 1 2 2 3 3 1 എന്നീ ബിന്ദുക്കളാണ്. ഇതിൻ്റെ പരിവൃത്തത്തിൻ്റെ കേന്ദ്രവും ആരവും കണ്ടുപിടിക്കുക. ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സർക്കം സെൻറ്റർ, അതിൻ്റെ റേഡിയസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ സർക്കം സെൻറ്റർ നമുക്ക് പി എന്ന് പേരെടുക്കാം. അപ്പോൾ ലെറ്റ് ദ സെൻറ്റർ ഓഫ് ദി സർക്കം സർക്കിൾ ബി പി എക്സ് വൈ. നമ്മൾക്കറിയാം പിയിൽ നിന്ന് എയിലേക്ക് അതിൻ്റെ റേഡിയസാണ്, പിയിൽ നിന്ന് ബിയിലേക്ക് റേഡിയസാണ്, പിയിൽ നിന്ന് സിയിലേക്കും റേഡിയസാണ്. അപ്പോൾ നമുക്ക് എഴുതാം പി എ ഈസ് ഈക്വൽ ടു പി ബി ഈസ് ഈക്വൽ ടു പി സി ഈസ് ഈക്വൽ ടു റേഡിയസ്. അപ്പോൾ ഇനി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് പി എ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു പി ബി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ കിട്ടുന്നു. പി എ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പി എടുത്തെഴുതുക, എ എടുത്തെഴുതുക. പി എക്സ് വൈ x1 y1 എ 1 2 x2 y2 പി എ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ കാരണം റൂട്ട് എഴുതേണ്ട ആവശ്യമില്ല. എക്സ് മൈനസ് x2 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു x1 മൈനസ് x2 x minus 1 the whole squared plus y1 minus y2 y minus 2 the whole squared is equal to expand ചെയ്യാം. a minus b the whole squared ഫോർമുലയാണത്. x into x x squared minus 2 into 1 into x 2x plus 1 into 1 1 plus y minus 2 the whole squared. അപ്പോൾ y into y squared minus 2 into 2 into y 4y plus 2 into 2 4. നമുക്ക് എക്സ് സ്ക്വയർഡ് ആദ്യം എഴുതാം, വൈ സ്ക്വയർഡ് എഴുതാം, എക്സ് എൽ ടേം എഴുതാം, വൈ എൽ ടേം എഴുതാം. രണ്ട് കോൺസ്റ്റൻ്റ് ഉണ്ട്, 1 + 4 ഇപ്പോൾ 5 നീട്ടുന്നു. ഇതാണ് പി എസ് സ്ക്വയർഡ്. ഇനി നമുക്ക് പി ബി സ്ക്വയർ കണ്ടുപിടിക്കാം. അതിനായിട്ട് പി എടുത്തെഴുതാം. പി എക്സ് വൈ ബി 3 1. ഇനി നമുക്ക് x1 y1 ഇതിന് x2 y2 എന്ന് പേര് കൊടുക്കാം. പി ബി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു x1 മൈനസ് x2 x മൈനസ് 3 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് y1 minus y2 y minus 1 the whole squared is equal to expand ചെയ്യുമ്പോൾ x into x s squared minus 2 into 3 into x 6x plus 3 into 3 9 plus y into y y squared minus 2 into 1 into y 2y plus 1 into 1 1. s squared ആദ്യം എഴുതാം, y squared ആദ്യം എഴുതാം, x എഴുതാം, y എഴുതാം. കോൺസ്റ്റൻറ്റ് 1 + 9 10. ഇതാണ് പി ബി സ്ക്വയർഡ്. ഇനി നമുക്ക് പി സി സ്ക്വയർ കണ്ടുപിടിക്കാം. ഇപ്പോൾ പി എടുത്തെഴുതാം. x1 y1 c 2 3
x2 y2. P squared is equal to x1 minus x2 the whole squared plus y1 minus y2 the whole squared. x1 minus x2, x minus 2 the whole squared plus y1 minus y2, y minus 3 the whole squared is equal to expand ചെയ്യാം. x into x, x squared minus 2 into 2 into x, 4x plus 2 into 2, 4 plus y into y, y squared minus 2 into 3 into y, 6y plus 3 into 3, 9. So c squared is equal to x squared plus y squared minus 4x minus 6y plus 9 plus 4, 13. നമുക്കറിയാം പി എസ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു പി ബി സ്ക്വയർഡ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആൻസറിൽ എടുത്തെഴുതാം. പി എസ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു പി ബി സ്ക്വയർഡ് നമുക്കറിയാം. പി എസ് സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് മൈനസ് 2x മൈനസ് 4y പ്ലസ് 5 ഈസ് ഈക്വൽ ടു പി ബി സ്ക്വയർഡ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് മൈനസ് 6x മൈനസ് 2y പ്ലസ് 10. എക്സ് സ്ക്വയറും ക്യാൻസലാവുന്നു, വൈ സ്ക്വയറും ക്യാൻസലാവുന്നു. നമുക്ക് എക്സും വൈ ഉള്ളത് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ -2x ഇറക്കി എഴുതാം, -4y ഇറക്കി എഴുതാം. -6x പോസിറ്റീവ് 6x ആയിത്തീരുന്നു, -2y പോസിറ്റീവ് 2y ആയിത്തീരുന്നു. ഈസ് ഈക്വൽ ടു 10 ഇറക്കി എഴുതാം. പ്ലസ് 5 ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് -5 കിട്ടുന്നു. ലൈക്ക് ടേംസ് നമ്മൾ പ്ലസ് ചെയ്യാം. 6x മൈനസ് 2x, അപ്പോൾ 4x കിട്ടുന്നു. -4y പ്ലസ് 2y, അപ്പോൾ നമുക്ക് -2y ഈസ് ഈക്വൽ ടു 10 മൈനസ് 5 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷന് പേര് കൊടുക്കാം. ഇനി നമുക്ക് പി എസ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർഡ് എന്ന് എഴുതാം. പി എസ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർഡ്. പി എസ് സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് മൈനസ് 2x മൈനസ് 4y പ്ലസ് 5 ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് മൈനസ് 4x മൈനസ് 6y പ്ലസ് 13. എക്സ് സ്ക്വയർഡ് ക്യാൻസലാവും, വൈ സ്ക്വയർഡ് ക്യാൻസലാവുന്നു. എക്സും വൈകൾ ഒരു സൈഡ് കൊണ്ടുവരാം. -2x മൈനസ് 4y ഇറക്കി എഴുതുന്നു. -4x ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പോസിറ്റീവ് 4x ആയിത്തീരുന്നു. -6y പോസിറ്റീവ് 6y ആയിത്തീരുന്നു. ഈസ് ഈക്വൽ ടു 13 പ്ലസ് y മൈനസ് 5 ആയിത്തീരുന്നു. 4x മൈനസ് 2x, അപ്പോൾ നമുക്ക് 2x എന്ന് കിട്ടുന്നു. പോസിറ്റീവ് 6y മൈനസ് 4y, അപ്പോൾ പോസിറ്റീവ് 2y ഈസ് ഈക്വൽ ടു 13 മൈനസ് 5, 8 എന്ന് കിട്ടുന്നു. അതിന് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ പേര് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് 4x മൈനസ് 2y ഈസ് ഈക്വൽ ടു 5. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് 2x പ്ലസ് 2y പ്ലസ് 8. 4x പ്ലസ് 2x, അപ്പോൾ 6x എന്ന് കിട്ടുന്നു. പോസിറ്റീവ് 2yയും നെഗറ്റീവ് 2yയും ക്യാൻസൽ ആവുന്നു. 8 പ്ലസ് 5, 13. അപ്പോൾ x ഈസ് ഈക്വൽ ടു 13/6 എന്ന് കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനായിട്ട് സെക്കൻഡ് ഇക്വേഷൻ അത് എടുത്ത് എഴുതാം. 2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 8. 2 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ 13/6 പ്ലസ് 2y ഈസ് ഈക്വൽ ടു 8. 2 കൊണ്ട് 6 ചെയ്യുമ്പോൾ നമുക്ക് 3 ടൈംസ്, അപ്പോൾ 13/3 പ്ലസ് 2y ഈസ് ഈക്വൽ ടു 8. 2y ഈസ് ഈക്വൽ ടു 8 ഇറക്കി എഴുതാം. പ്ലസ് 13/3 മൈനസ് 13/3 എഴുതിയിരുന്നു. 8 എന്ന് പറഞ്ഞാൽ 8/1. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8 ഇൻറ്റു 3 24 മൈനസ് 13/3. അപ്പോൾ 2y ഈസ് ഈക്വൽ ടു 11/3 എന്ന് കിട്ടുന്നു. y ഈസ് ഈക്വൽ ടു 11/3
ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 11/6 ആയി തീരുന്നു. അപ്പോൾ നമുക്ക് സർക്കംസെൻറ്റർ പി എക്സ് വൈ ഈസ് ഈക്വൽ ടു പി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 13/6 കിട്ടി, വൈ എന്ന് പറഞ്ഞാൽ 11/6 കിട്ടി. പരിവൃത്ത കേന്ദ്രം 13/6, 11/6. ഇനി നമ്മളോട് റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻറ്ററിൽ നിന്ന് ട്രയാങ്കിളിൽ അല്ലെങ്കിൽ സർക്കിളിൽ ഏതെങ്കിലും പോയിൻ്റ് എടുത്ത് അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക. ഇനി സർക്കം റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് പി 13/6, 11/6 എടുത്ത് എഴുതുക. സർക്കിളിലെ പോയിൻ്റായ എ 1, 2 ഇറക്കി എഴുതാം. ഇത് x1, y1, ഇത് x2, y2. എന്നിട്ട് പി എ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ പി എ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു x1 മൈനസ് x2 13/6 മൈനസ് 1 13/6 മൈനസ് 1 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് y1 മൈനസ് y2 11/6 മൈനസ് 2 ദ ഹോൾ സ്ക്വയർഡ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 13 മൈനസ് 6 /6 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 മൈനസ് 12/6 ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 7/6 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് negative 1/6 the whole squared is equal to 7 to 7 49/36 plus negative 1 into negative 1 positive 1/6 into 6 36 is equal to LCM 36 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ 49 plus 1 is equal to 50/36. 50 എന്ന് പറഞ്ഞാൽ 25 into 2, 36 എന്ന് പറഞ്ഞാൽ 18 into 2. അപ്പോൾ 2 കൊണ്ട് ക്യാൻസലാവുന്നു, നമുക്ക് 25/18 കിട്ടുന്നു. അത് പി എ സ്ക്വയർഡാണ്. നമുക്ക് ആവശ്യമുള്ളത് പി എ, സർക്കം റേഡിയസ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ പി എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25/18. 25 സ്ക്വയർ റൂട്ട് 5 /18 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 into 2 ആണ്. അപ്പോൾ സർക്കം റേഡിയസ് പരിവൃത്താരം ഈസ് ഈക്വൽ ടു 5 / 9 സ്ക്വയർ റൂട്ട് 3 ആണ്. അപ്പോൾ 3 √2 എന്ന് എഴുതാം.